നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം സർ. വന്ദേ മാതരം രാജേഷ്. വന്ദേ മാതരം. അങ്ങ് പോലീസ് സർവീസിലൊക്കെ ഒരുപാട്, കേരള പോലീസിലും ഇന്ത്യൻ പോലീസ് സർവീസിലൊക്കെ നല്ല മെറിറ്റോറിയസ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണെന്ന് എനിക്കറിയാം. കേട്ടിട്ടുണ്ടെന്നല്ല, ഹെയർസേ അല്ല, എനിക്കറിയാം. ശ്രീ ഗോപാൽ കൃഷ്ണൻ IPS റിട്ടയർഡ്. ശരിക്കും പോലീസിലെ പുലി എന്ന് പറഞ്ഞാൽ വിജിലൻസ് അല്ലേ? ഈ പ്രതിയെ പിടിക്കാമെന്ന SI ആണോ സാർ? പ്രതിയെ പിടിക്കാൻ ഒന്ന് SI അല്ലല്ലോ പോലീസിലെ പുലി എന്നൊക്കെ പറയുന്നത്, വിജിലൻസ് അല്ലേ? എനിക്ക് രാഷ്ട്രീയ ചോദ്യം മനസ്സിലായില്ല. ഈ പോലീസിലെ പുലി അത് ഈ നമ്മുടെ പ്രതിയെ പിടിക്കാൻ വരുന്ന SIയോ CIO ഒന്നും അല്ലല്ലോ, അത് ശരിക്കും വിജിലൻസുകാരല്ലേ പോലീസിലെ പുലികളെന്ന് പറയുന്നത്? അല്ല 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 അപ്പം വിജിലൻസുകാർ ഇനിയും വളരാനുണ്ട്. അല്ല, വിജിലൻസിൽ SIക്ക് വലിയ റോളില്ല. ഇല്ല, വിജിലൻസിന് റോളുള്ളത് മിനിമം DYSP. അല്ല, വിജിലൻസ് എന്ന് കേൾക്കുമ്പോഴേ പോലീസിന് മാത്രമല്ല മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകാർക്കൊരു വിറയലല്ലേ? ഇതാണ് അതിൻ്റെ അവിടെ കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു പദമുണ്ട്. കട്ടിംഗ് ലെവൽ ഓഫീസർ പോലീസിൽ, ലോക്കൽ പോലീസിൽ ഈ നമ്മളെ ഈ പോലീസ് എന്ന് പറയുമ്പോൾ എല്ലാം വരും, വിജിലൻസും CBIയും ലോക്കൽ പോലീസും എല്ലാം വരും. അപ്പോൾ ലോക്കൽ പോലീസ് ആണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള, ഭരണഘടനാപരമായിട്ടും അല്ലാതെയും ലോക്കൽ പോലീസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഓർഗനൈസേഷൻ. എൻ്റെ ധാരണ തെറ്റി. മോസ്റ്റ് പവർഫുൾ ഓർഗനൈസേഷൻ. ലോക്കൽ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡ്, BNS, എവിഡൻസ് ആക്ട്, മറിച്ചത് എല്ലാ നിയമപുസ്തകങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ലോക്കൽ പോലീസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് വേറെ ഒരുപാട് വിഭാഗങ്ങളൊക്കെ നമുക്ക് വേറൊരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ലോക്കൽ പോലീസിൽ ദ കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് SI ആണ്. CA, അതായത് 100 കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്താൽ 80 കേസും അന്വേഷിച്ച് ചാർജ് ഷീറ്റ് ചെയ്യുന്നത് SI ആണ്. ബാക്കി 20 കേസ് CIക്കോ DYSPക്കും കിട്ടുള്ളൂ. CI നോട്ട് ഈവൻ DYSPക്ക് ചിലപ്പോൾ 5 കേസ് മറ്റൊക്കെ സ്പെഷ്യൽ കേസ്, സ്പെഷ്യൽ കേസ്, പ്രത്യേക ടീം അല്ലെങ്കിൽ ചില ഇപ്പം DYSP അന്വേഷിക്കേണ്ട ചില കേസുകളുണ്ട്. DYSP അന്വേഷിക്കേണ്ട ചില കേസ്, ഇപ്പം സ്ത്രീധന പീഡന, മരണം, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള DYSP അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ SI ആണ് മോസ്റ്റ് പവർഫുൾ പുലി എന്ന് നിങ്ങൾ ചോദിച്ചത്. SI ആണ്, അതിന് ഒരു സംശയം വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രായം, അയാൾക്ക് ഈ 20-നും 30-നും ഇടയ്ക്കാണ് മിക്ക. ഇപ്പോൾ ഞാൻ SI ആയിട്ട് കയറുന്നത് 23-ലാണ്. അതെ, ഈ പ്രായം വർദ്ധിക്കും തോറും സ്മാർട്ട്നെസ് കുറച്ച് കുറഞ്ഞുകൊണ്ട് നാച്ചുറലാണത്. പിന്നെ ഈ ബ്രെയിൻ വൈസ് ഭയങ്കര മിടുക്കനൊക്കെ ആയിരിക്കും, പക്ഷെ ആ ഫിസിക്കും കൂടെ വരണ്ടേ, ഓടിയെത്തണ്ടേ, ഈ മനസ്സും മെയ്യും കണ്ണും ഒരുമിച്ചെത്തില്ലെന്ന് പറയും. അപ്പം അതുകൊണ്ടാണ് SI പ്രൊമോഷനായി, CA, പിന്നെ DYSP ആയി, സൂപ്പർവൈസറി ആയി, പിന്നെ SP-മാരുണ്ട്, ASP-മാർ ഞാൻ പറഞ്ഞില്ല, ASP-മാർ. അവരും ഇതേപോലെ SI-മാരെ പോലെ 23-25 വയസ്സേ ഉള്ളൂ. പക്ഷെ അവർക്ക് വലിയ റോളൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൂപ്പർവൈസറിയാണ്. ഒരു ASP ഞാൻ പുലിയാണ് SI എന്ന് പറയാൻ കാര്യം, ഒരു ASP ജോയിൻ ചെയ്തു 23 വയസ്സെന്ന് വെച്ചോളൂ. എന്നിട്ട് 60 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ എത്ര വർഷമായി? 37 വർഷമായി. ഈ 37 വർഷത്തിൽ എത്ര കേസ് ഇവർ FIR എടുത്തു, എത്ര കേസ് CD എഴുതി, എത്ര കേസ് എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തു, എത്ര കേസിൽ കോടതിയിൽ മൊഴി കൊടുത്തു? ഞാൻ പറയാം, 37 വർഷത്തിനകത്ത്. അതാ ASP-മാരുടെ കുഴപ്പമില്ല, അവർക്ക് 5 വർഷം കഴിയുമ്പോൾ അവർ SP ആവും, പിന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജായി, ഫീൽഡ് അവർക്ക് കുത്തിയിരുന്ന് എഴുതാനും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ 37 വർഷത്തിനകത്ത് ഒരു IPS ഓഫീസർ
കൂടിപ്പോയാൽ 10 കേസിന്, ഭാഗ്യമുണ്ടെങ്കിൽ 10 കേസിന് കോടതിയിൽ മൊഴി കൊടുത്തതാണ്. ഭാഗ്യത്തിന് IO ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ, IO ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേജിൽ. അപ്പോൾ അത് കഴിഞ്ഞ് CI ഒരു 35 വയസ്സൊക്കെ ആകുമ്പോൾ CI ആവും. അത് കഴിഞ്ഞാൽ പിന്നെ DYSP. അപ്പോൾ കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് പോലീസിൽ SI ആണ്. അതേസമയം ഇത് വിജിലൻസിലേക്ക് പോകും, ഇത് നേരെ തിരിയും. വിജിലൻസിൽ SIക്കും CIക്കും വലിയ റോളില്ല, അവർ അസിസ്റ്റിംഗ് റോളാണ്. അവിടെ DYSP ആണ്, അതായത് ലോക്കപ്പ് പോലീസിലെ SI ആണ് വിജിലൻസിലെ DYSP. DYSP ഈസ് ദ മോസ്റ്റ് പവർഫുൾ പോസ്റ്റ് വിജിലൻസിൽ. അതെ, SP ആൻഡ് DYSP. SP എന്ന് പറയുന്നത് ഡയറക്റ്റ് IPS ഓഫീസർ SP ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഇതൊന്നും അന്വേഷിക്കാനൊന്നും കോമ്പിറ്റൻ്റ് അല്ല, അവർക്ക് അറിഞ്ഞുകൂടാ, അവരുടെ കുഴപ്പമില്ല, അവർ കോമ്പിറ്റൻ്റ് അല്ല. അതേസമയം ഈ വിജിലൻസിൽ DYSP അന്വേഷിക്കുന്ന കേസുകൾ ഒരു 90% വരും. പിന്നെയുള്ളൊരു 10%, ഉദാഹരണം അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത്, ഒരു IPS ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറുടെ ഒരു അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് അന്വേഷിക്കണമെങ്കിൽ അത് SP ആയി ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ അവർക്ക് ഈ DYSP ആയിട്ടും CA ആയിട്ടും ഈ അമാസ്മെൻറ്റ് അന്വേഷിച്ച് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഇത് പ്രൊമോട്ടഡ് SPസിൻ്റെ കയ്യിലാണ്. അപ്പം വിജിലൻസിൽ DYSP ആൻഡ് SP, DIG തൊട്ട് മുകളിലോട്ട് വെറും സൂപ്പർവൈസറി പോസ്റ്റാണ്. ഈ വിഷയത്തിലേക്ക് വരാം. നേരറിയാൻ CBI എന്ന് പറഞ്ഞൊരു നമ്മുടെ മമ്മൂട്ടിയുടെ ആ സിനിമയിലെ വളരെ വിശേഷപ്പെട്ടൊരു ഡയലോഗുണ്ട്. സിനിമയുടെ പേരും അങ്ങനെ തന്നെയാണ്. നേര് പഠിപ്പിക്കാൻ CBI എന്ന് ഇപ്പോൾ കേൾക്കുന്നു. അതായത് കേരളത്തിലെ വിജിലൻസിനെ ചട്ടങ്ങൾ പഠിപ്പിക്കാനായിട്ട് CBI ഉദ്യോഗസ്ഥർ എത്തുന്നു എന്ന് പറയുന്നു. ശരിക്കും അത് നല്ല കാര്യമാണോ അതോ അതിൻ്റെ ആവശ്യമില്ലെന്നാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ് വിജിലൻസും CBI സ്പെഷ്യൽ ക്രൈംസ് ഉണ്ട് വേറെ. പക്ഷെ മെയിൻ CBIയുടെ ഉദ്ദേശം, CBI ഫോം ചെയ്തത്, അത് CBI ഫോം ചെയ്ത് 1946 ഒക്കെയാണ്. അതൊരു അലി ഖാൻ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭനായ IP, IPSൻ്റെ അച്ഛനാണ് IP. ബ്രിട്ടീഷ് അവിഭക്ത ഇന്ത്യയുടെ അല്ലല്ല, ബ്രിട്ടീഷ് കാലത്തെ IPSന് പകരം ICS ആണ് IAS. നമ്മുടെ IPSന് IP. അപ്പം നമുക്ക് ചന്ദ്രശേഖരൻ സാർ IP ആയിരുന്നു. IG ചന്ദ്രശേഖരൻ സാർ അന്ന് IG വരെയല്ലേ ഉള്ളൂ. അന്ന് IG ആണ് സ്റ്റേറ്റിൻ്റെ ഹെഡ്. അന്നേരമാണ്. അപ്പോൾ അദ്ദേഹത്തിന് IP ആണ് കൊടുത്തത്. അപ്പോൾ അതേപോലെ ഈ ഖാൻ സാറായിരുന്നു. ഖാൻ സാർ പിന്നെ പാർട്ടീഷൻ 47 കഴിഞ്ഞ് അദ്ദേഹം പാകിസ്ഥാനിൽ പോവുകയും ഗവർണറാവുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തു. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ വലിയ പ്രഗത്ഭനായ ഓഫീസറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായ ശേഷമാണ് ഈ CBI വരുന്നത്. അപ്പം CBI നല്ല ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പേര്. അപ്പം ഈ എവിടെ നമ്മൾ 46-ൽ അല്ല, അതൊക്കെ ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് CBI ഫോം ചെയ്യുന്നത്. CBIയുടെ കറപ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഇപ്പോഴും. പിന്നെ സ്റ്റേറ്റ് പോലീസ് ഫെയിലിയർ ആകുമ്പം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും CBI എടുത്ത് നോക്കാൻ പറയുകയാണ്. ആക്ച്വലി CBI ഈസ് ill-equipped to conduct a homicide murder case investigation compared to the local police. കാരണം ലോക്കൽ പോലീസിനാണ് സ്കില്ല് കൂടുതൽ. ഏത് മർഡർ കേസ്, ഈ കൺവെൻഷണൽ ക്രൈംസ് അന്വേഷിക്കാൻ ലോക്കൽ പോലീസിനാണ് സ്കില്ല് കൂടുതൽ, CBIക്കല്ല. CBI എക്സൽ ആവുന്നത് ആൻറ്റി കറപ്ഷൻ, ബാങ്ക് ഫ്രോഡ്, ട്രാപ്പ്, അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത്, ഇതൊക്കെ ഫൈനൽ വേർഡ് എന്ന് പറയുന്നത് CBIയുടെയാണ് ബെറ്റർ. ഇപ്പോൾ അതൊക്കെ ED ആണ് ചെയ്യുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല. ED ചെയ്യുന്നത് അത് വേറൊരു ആംഗിളാണ്. രണ്ട് ആംഗിളാണ്. അത് ഈ മണി ലോണ്ടറിങ് വരുമ്പോഴാണ് ED വരുന്നത്.
അവിടെ CBIക്കോ ലോക്കൽ പോലീസിനോ മണി ലോണ്ടറിങ് അധികം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ CBI ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി കറപ്ഷൻ ഏജൻസിയാണ്. അല്ലാതെ നമ്മുടെ ഉടൻ പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിൻ്റെ സുപ്പീരിയർ ഫോഴ്സ് അല്ല. അവർ തമിഴ്നാട് പോലീസിൻ്റെയോ കേരള പോലീസിൻ്റെയോ സ്കില്ല് CBIക്കില്ല. മർഡർ കേസ് അന്വേഷിക്കാൻ ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് അതിനുള്ള സ്കില്ലില്ല. പിന്നെ നമ്മുടെ ഓഫീസേഴ്സ് ഒരുപാട് മോശപ്പെട്ട പ്രവൃത്തികൾ കാണിക്കുമ്പോഴാണ് ഇത് നിവൃത്തിയില്ലാതെ ഹൈക്കോടതി CBI ഏൽപ്പിക്കുന്നത്. അതും ഈ ലോക്കൽ പോലീസിൻ്റെ ആ ക്രൈം ഫയൽ വാങ്ങിയിട്ട് അതിലെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചിട്ടാണ് അവർ പ്രൊസീഡ് ചെയ്യുന്നത്. അതെ, ഒരിക്കലും ഞങ്ങൾ തമാശയായിട്ട്, ഞാൻ CBIയിൽ കുറേ നാൾ ജോലി ചെയ്തു, പക്ഷെ തമാശയായിട്ട് CBIക്കാരെ ഞങ്ങൾ ലോക്കൽ പോലീസുകാർ പറയും, കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, ഒരു ഡെഡ് ബോഡി കണ്ടിട്ടുണ്ടോ? കാര്യം സത്യമാണ്. കാരണം അവർ ഡെഡ് ബോഡി കാണുന്നതിന് മുന്നേ ഇൻക്വസ്റ്റും എല്ലാം കഴിയും. അവരൊരിക്കലും ഡെഡ് ബോഡി കേസ് ഡയറി മാത്രമേ അവർ കാണാറുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനാണ് അവർ ചെയ്യുന്നത്. പിന്നെ അവരത് പഠിച്ചെടുത്ത് അവർ ചെയ്യും. പിന്നെ ഇതൊന്നും സാരമില്ല. ഒരു പോലീസ് ഓഫീസറിന് ഇൻറ്റഗ്രിറ്റിയും ഓണസ്റ്റിയും ഉണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള സ്കില്ലും മറ്റതും എല്ലാം നമുക്ക് സ്വായത്തമാക്കാവുന്നതേ ഉള്ളൂ. അത് CBIയിലായിരുന്നാലും ഈവൻ രാജേഷ് പോലീസ് അല്ലെങ്കിൽ പോലും നിങ്ങളെ കേസ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് സ്വായത്തമാക്കാൻ പറ്റും ആ സ്കില്ലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ CBI നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് ഇതിനാണ്. കേരള പോലീസിനെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, കേരള പോലീസിനെ പഠിപ്പിക്കാൻ വരുന്നത് ആൻറ്റി കറപ്ഷൻ ഏജൻസീസ്, അതിൻ്റെ സ്കില്ല് പഠിപ്പിക്കാനാണ്. അതിന് CBI ആണ് ബെറ്റർ. എങ്ങനെ ഇവരെ കണ്ടെത്തണം, ആൻറ്റി കറപ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കണം, അവരുടെ ലേറ്റസ്റ്റ് ടെക്നിക്സും മറ്റേ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ അഴിമതി നിരോധനം നടത്താൻ വലിയൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് CBIയിൽ ടാർജറ്റുണ്ട്. ഞങ്ങൾക്ക് ടാർജറ്റുണ്ട് CBI ജോലി ചെയ്യുമ്പം. ട്രാപ്പ് എത്ര കസ്റ്റംസിൽ ട്രാപ്പില്ലല്ലോ, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ സത്യസന്ധരായി പോയോ എന്ന് SP എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ട്രാപ്പ് കൊണ്ടുപോകാന്ന് പറയും. പക്ഷെ അവിടെ പോയാൽ ചുമ്മാ കിട്ടും, എളുപ്പമാണല്ലോ. ഭയങ്കര കറപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കസ്റ്റംസ് ഇപ്പോഴും. ഈ ഭരണം മാറിയ ശേഷം പോലും ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു സോഴ്സ് വഴി മനസ്സിലാക്കിയത്, മാക്സിമം 10 വർഷം കസ്റ്റംസ് ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്ത് പോവുകയാണ്. സൂപ്രണ്ടാകുമ്പോൾ അതിനു മുമ്പേ റിസൈൻ ചെയ്യും. കാരണം അതിനു വേണ്ടിയുള്ള നല്ല കോണ്ടാക്ട്സ് ഉണ്ടാക്കി വയ്ക്കും കള്ളക്കടത്തുകാരും അവരും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങി 2 വർഷം കഴിയുമ്പോൾ അവന്മാർ പണി കൊടുക്കും. അപ്പം അങ്ങനെ CBIയിൽ അങ്ങനെ ഒരു സൈഡുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വിജിലൻസുകാരെ CBI പഠിപ്പിക്കാൻ വരുമ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ബഹുമാനപ്പെട്ട CMനോടും എനിക്കുള്ളൊരു വിനീതമായ ഒരപേക്ഷ, നമ്മൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു പഠിച്ചാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ഒരു വിനീതമായ അപേക്ഷ, ഈ നമ്മുടെ വിജിലൻസ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തിരിക്കുകയാണ്, DYSP ആണ്. ഞാൻ നല്ല കറപ്റ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് വിജിലൻസിലോട്ടോ ഞാൻ പോയെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെന്നാണ്. ഇയാൾ നേരെ വിജിലൻസിൽ പോവുകയാണ്. അപ്പം നമ്മൾ നോക്കുമ്പം ഈ ഇവിടെ ഇരുന്ന് പിരിച്ച ലോക്കൽ പോലീസിൽ നിന്ന് പിരിച്ച ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിരിച്ച ആളുകൾ ഇപ്പോൾ വിജിലൻസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ദേ ബിക്കം മോർ പ്രൂഡൻറ്റ്. പിന്നെ എങ്ങനെ കാശുണ്ടാക്കണമെന്ന് നന്നായിട്ട് പഠിക്കും. അമാസ്മെൻ്റ് ഓഫ് വെൽത്ത് എങ്ങനെ ഉണ്ടാക്കി അതെങ്ങനെ ഒതുക്കണം, സ്റ്റാഷ് ചെയ്യണം, ഇതെല്ലാം അവർ വിജിലൻസിൻ്റെ അവിടെ പോയി പഠിക്കുകയാണ്. 30 വർഷം മുമ്പ് ഞാനൊക്കെ വിജിലൻസ് ജോലി ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടഫാണ് വിജിലൻസിലെ ഒരു SI, CA, DYSP ആയിട്ട് കിട്ടാൻ. എന്നുവെച്ചാൽ ഒരുപാട് ഇത് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് അങ്ങനത്തെ പ്രൊസീജിയർ നടപ്പിലാക്കാൻ സുലൈമാൻ ജമാൽ എന്ന് പറഞ്ഞ ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം SI ആയിട്ട് കയറിയതാണ്. അദ്ദേഹം 29 വർഷം വിജിലൻസ് ജോലി ചെയ്തു. ഇതുവരെ
ആ റെക്കോർഡ് ആരും ഭേദിച്ചിട്ടില്ല. ഉണ്ട്, ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു IG ഉണ്ട്, കരിക്കകത്ത് താമസിക്കുന്ന, അദ്ദേഹം വലിയ പ്രഗത്ഭനായിരുന്നു. ഈ സുരേന്ദ്രൻ സാറും ഈ നമ്മുടെ ജമാൽ സാറും ആണ് ഈ വിജിലൻസിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത്, കേരള പോലീസിന്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ പേടിയാവും. അതായത് 6 മണിക്ക് ശേഷം, ഞാൻ അമാസ്മെൻ്റ് വെൽത്ത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ട് 6 മണിക്ക് ശേഷം ഫാൻ കറങ്ങുകയാണെങ്കിൽ SP-യുടെ ജമാൽ സാറിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ സുരേന്ദ്രൻ സാറിൻ്റെ ഓഫീസിൽ ഫാൻ കറങ്ങുമെങ്കിൽ പല IPS ഓഫീസേഴ്സും നെട്ടോട്ടം ഓടിയ കഥകളറിയാം. എന്താ കാര്യം ജമാലോടെ ഇരിക്കുന്നത്, ഇന്ന് ആരോർത്താണ് FIR എടുക്കുന്നത്. അത്ര പേടിയായിരുന്നു. അന്ന് ഗൗരിയമ്മയായിരുന്നു വിജിലൻസ് മന്ത്രി, അത് വേറൊരു കാര്യം. അപ്പം നമ്മുടെ ഈ വിജിലൻസ് ഈ ലോകമുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല. വിജിലൻസിൽ നല്ല ഓഫീസേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. IPS ഉണ്ട്, നോൺ IPS ഓഫീസേഴ്സും എനിക്ക് പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വിജിലൻസിലൊരു 50% ഒക്കെ ഉള്ളൂ. ബാക്കി ഈ പോലീസുകാരൻ തൊട്ട് പിന്നെ അങ്ങ് ടോപ്പ് IPS-നും വരെ ഒരു 50% വളരെ സത്യസന്ധരായിട്ടുള്ളവരുള്ളൂ. ബാക്കി 50% കറപ്റ്റാണ്. അങ്ങനെയുള്ളവരെ വിജിലൻസിലേക്ക് ഒതുക്കി ഒരു ലാവണമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ പോയി CBI എല്ലാം കൂടെ പഠിക്കുകയെന്ന് പറയുമ്പോൾ ദേ ബിക്കം മോർ പവർഫുൾ. എങ്ങനെ കാശുണ്ടാക്കണമെന്ന് അവർക്കറിയാം, പിന്നെ അവരെ പിടിക്കാൻ നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു യാർഡ് സ്റ്റിക്ക് ഉണ്ടാക്കണം. 2-3 ലെവലിൽ ഈ പോലീസ് ഓഫീസേഴ്സ് SI വേണ്ട, CI തൊട്ടെങ്കിലും, CI തൊട്ട് മുകളിലോട്ട് CI to SP വരെയെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്, കേസ് അന്വേഷണം, കേസ് ഡയറി എഴുതുന്നതും എല്ലാം, ട്രാപ്പ്, ഇതെല്ലാം ഈ റാങ്കിനകത്തുള്ളതാണ്. അവരെയെങ്കിലും നല്ല ഓഫീസേഴ്സ്, നല്ല റെപ്യൂട്ടേഷനുള്ള ഓഫീസേഴ്സ്, വിജിലൻസിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. പോയി കഴിഞ്ഞാൽ സാറേ എനിക്കൊരു 5 വർഷം ഇവിടെ ജോലി ചെയ്യണം, അത് കേട്ട് അവരെ 5 വർഷത്തേക്കോ 7 വർഷത്തേക്കോ എടുക്കുക. തനിക്ക് വേറെ ട്രാൻസ്ഫറൊന്നുമില്ല, വിജിലൻസിൽ പോകാൻ വില്ലിങ് ആണോ എന്ന്. അങ്ങനെയാണ് ജമാൽ സാറൊക്കെ ജോലി ചെയ്തത്. ഞാനും ഇവരെല്ലാം കൂടെ അല്ല ഒരു പല ആവൃത്തിയായിട്ട് ഒരു 7 to 10 years വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷനിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വില്ലിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ CBI കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ആർക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഹൈലി കറപ്റ്റായിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് CBI ട്രെയിനിങ് കൂടെ കൊടുത്തു, തീർച്ചയായിട്ടും അത് നമ്മുടെ ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. CBI ട്രെയിനിങ് നല്ലതാണ്, സ്കില്ല് നന്നാവും. അപ്പോൾ നേര് പഠിപ്പിക്കാൻ CBI വരട്ടെ, പക്ഷേ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ചോയ്സ് ആയിരിക്കണം. എക്സാക്ട്. വന്ദേ മാതരം. വന്ദേ മാതരം.